കേരളത്തിൻ്റെ ഉയരമാതൃകയും വാർഷിക വർഷപാതവും കാണിക്കുന്ന ഭൂപടങ്ങൾ ശ്രദ്ധിച്ചാൽ കേരളത്തിൽ ലഭ്യമാകുന്ന മഴയ്ക്കും ഭൂപ്രകൃതിക്കും തമ്മിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് പർവ്വത അടിവാരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ്. നേര്യമംഗലം, കുറ്റ്യാടി, പീരിമേട് തുടങ്ങിയ പർവ്വത അടിവാര പ്രദേശങ്ങളിലാണ് മഴ കൂടുതലായി ലഭിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കുള്ള മേഖലകളിലാണ്. ISROയുടെ ഭുവൻ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ച ഡേറ്റയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ റഡാർ ഡേറ്റയും ഉപയോഗിച്ചാണ് 2018 ദുരന്ത ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. ചുവന്ന നിറത്തിൽ 2018 വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളും ചാരനിറത്തിൽ ഉരുൾപൊട്ടലിന് വിവിധ പ്രദേശങ്ങളും കാണിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ ഭൂപ്രകൃതി പ്രളയത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭൂപ്രകൃതി വളരെയേറെ പ്രത്യേകതകളുള്ളതാണ്. തീരദേശം മുതൽ മലയോര മേഖല വരെ ഏറ്റവും കുറഞ്ഞ ദൂരത്തിനുള്ളിൽ ഇത്രയും ഭൂപ്രകൃതി വൈവിധ്യമുള്ള മറ്റൊരു സംസ്ഥാനം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അതിശക്തമായ കാലവർഷം അനുഭവപ്പെടുന്ന സമയങ്ങളിൽ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലും തീരപ്രദേശത്തോട് ചേർന്ന് വരുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നു. 2018 2019 ഉണ്ടായ പ്രളയത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും ഉണ്ടായ ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ കണ്ടതാണ്. ഭൂപ്രകൃതി വ്യത്യാസങ്ങൾക്കനുസൃതമായി സംഭവിക്കുന്ന ഈ രണ്ട് പ്രകൃതി ദുരന്തങ്ങളും വളരെ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. പെരിയാറിലും ഭാരതപ്പുഴയിലും ഉണ്ടായ വെള്ളപ്പൊക്കവും കവളപ്പാറയിലും പുത്തുമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകളും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് കാരണമായി മാറി. നാസയുടെ SRTM ഡാറ്റ ഉപയോഗിച്ചാണ് കേരളത്തിൻ്റെ ഉയരഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. ഭൂപടത്തിൽ ഉയരവ്യത്യാസം അനുസരിച്ചുള്ള തരംതിരിവ് കാണാം. ഭൂതലച്ചരിവിൻ്റെ പ്രകടമായ മാറ്റത്തിനനുസരിച്ചാണ് ഈ തരംതിരിവ്. ഇത്തരം മേഖലകളാണ് ബ്രേക്ക് ഇൻ സ്ലോപ്പ് എന്ന് വിളിക്കുന്നത്. ബ്രേക്ക് ഇൻ സ്ലോപ്പ് മേഖലകൾ എപ്പോഴും ഭൗമമാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കും. ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്ന ഓരോ ഉയരമേഖലകളും ബ്രേക്ക് ഇൻ സ്ലോപ്പുകളാണ്. 50 മീറ്ററിന് താഴെയുള്ള ഭൂപ്രദേശങ്ങളിൽ പ്രളയവ്യാപ്തി വളരെ കൂടുതലായിരിക്കും. മലയോര മേഖലകൾ ഉരുൾപൊട്ടലിന് വിധേയമായി കൊണ്ടിരിക്കും. കേരളത്തിൻ്റെ ത്രിമാന ഭൂപ്രകൃതി മാതൃകയിൽ ഉയരവ്യത്യാസം വളരെ കൃത്യമായി കാണാൻ കഴിയും. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട്. വേമ്പനാട് കായലിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ തീരസമുദ്രത്തിൻ്റെ വീതി വളരെ കൂടുതലായി കാണാം. ഇതൊരു നിക്ഷേപണ തടമാണ്. പ്രളയകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാപ്തിയുള്ള വെള്ളപ്പൊക്കമുണ്ടാകുന്നത് ഈ പ്രദേശങ്ങളിലാണ്.